ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അവർ പോവുകയാണ് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം ശേഷം അല്ലേ? നിങ്ങളാണിപ്പോൾ പ്രശ്നക്കാർ അല്ലേ? അപ്പോൾ ഒരു മഴയും കൂടെ പെയ്ച്ചിട്ടാണ് ഇവർ പോകുന്നത്. കട്ടപ്പന മഴ പെയ്ത് കാണോ? പെയ്തോ? ആ അതെല്ലേ. ഇത് ഒരാൾ വാതിക്കെ നോക്കി നിൽക്കുന്നു. ആദ്യ കുഞ്ഞ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ അതെ, മടുക്കും ഈ ചൂടത്ത് പോകാതെ. വൈകിട്ട് പോയാൽ മതിയായിരുന്നില്ലേ? അന്ന് രാവിലെ പോകാമായിരുന്നു. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി വെച്ചാ നിങ്ങൾ കുടിച്ചിട്ട് പെട്ടെന്ന് പോകുന്നു. നാളെ പോയാൽ മതിയായിരുന്നു രാവിലെ. അത് എന്തായാലും ഇത് വൈത്രയായി. ഇനി വെള്ളത്തിന് ദാരിദ്ര്യമില്ല. നേരത്തെ വെള്ളം പേടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ? വെള്ളത്തിനെ പേടിച്ചല്ലേ ഓടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ വെള്ളത്തിനെ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. നോ, ഒരു പായസം ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാമായിരുന്നു നമുക്ക്. ഇറങ്ങി തിരിക്കുക, വണ്ടി തിരിക്കുക. ഇറങ്ങി തിരിക്കുക. ഇന്ന് ഞങ്ങൾ പായസം വെക്കും. ശരി, നിങ്ങൾ എന്തായാലും ഇറങ്ങി. ആ കാര്യം പെട്ട് കേട്ടോ. പിന്നെ വെള്ളം തെളിഞ്ഞിട്ടാ? അല്ല, വെള്ളം തെളിഞ്ഞു. വെള്ളം തെളിഞ്ഞു. ആർക്കെങ്കിലും വെള്ളം എന്താ പറയുക, ഈ ടേസ്റ്റ് ടേസ്റ്റ് അല്ല, ഗാഢത കൂടി വരുന്നതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളത്. പ്രതിവിധി ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് മാറുമോ എന്നുള്ളതെന്ന് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ വെള്ളത്തിന്, പച്ചവെള്ളത്തിന് നല്ല മിനറൽ വാട്ടർ പോലെ ഇരിക്കുന്നത്. ഒരു മണവും ഇല്ല, ചൊവയും ഇല്ല, കളർ വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? സാന്ദ്രത വെള്ളത്തിൻ്റെ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറുമോ അറിയത്തില്ല, പറയാൻ പറ്റില്ല. ടേസ്റ്റ് മാറുമെന്നോ? അതെ അല്ലേ. ഇല്ല, നിങ്ങൾ കട്ടപ്പന ചെന്ന് കഴിയുമ്പോഴേ എവിടെയെങ്കിലും കയറിയിട്ട് കടയിൽ കയറിയിട്ടൊന്ന് ഫിൽറ്ററിൻ്റെ അതിനെക്കുറിച്ചൊന്ന് ഫിൽറ്ററിനെ കുറിച്ച് കുഴൽക്കിണറ്റിലെ വെള്ളത്തിൽ ശുദ്ധീകരിക്കാനായിട്ട് പറ്റിയ ഫിൽറ്ററിനെ പറ്റി ഒന്ന് അന്വേഷിക്കും. അതറിയത്തില്ല. അതിൻ്റെ ആ ഒരു കട്ടി കുറയാനായിട്ടേ എന്തെങ്കിലും ഫിൽട്രേഷൻ നടക്കുമ്പോൾ ചിലപ്പം ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ അൾട്രാവയലറ്റ് രശ്മികൾ കടത്തി വിട്ടിട്ടുള്ള ഒരു ഫിൽട്രേഷൻ. അതിന് പൈസയാവുമെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഒന്ന് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇപ്പം അറിയാലോ നമുക്ക്. ഒരാൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാടി ഇറങ്ങി വിട്ടു പോകും മിക്കവാറും. ആദി, ഹെൽമെറ്റും വെക്കണോ? ഹെൽമെറ്റും വെച്ച് പോവാ. കൈ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവാ. ടാറ്റാ. ടാറ്റാ. ഹെൽമെറ്റ് വെച്ചോളാം. പോകാം. കൊച്ചു പൊക്കോ. ടാറ്റാ. അതെ അല്ലേ? മീൻ മേടിക്കാം. ചുട്ടപ്പേ, ചുട്ടപ്പേ, ആദി ചോദിക്കേ. അങ്ങനെ അവർ തിരിച്ചു പോവാണ്. ഓക്കെ എന്നാ.